എല്ലാവർക്കും ശ്രീമാത്സിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. 25074 5ൻ്റെ സ്ഥാനവില എത്ര? 5ൻ്റെ സ്ഥാനവില എന്ന് പറഞ്ഞാൽ നമ്മൾ 4 7 10 0 100 5 1000. സ്ഥാനവില പറയുമ്പോൾ ആ സംഖ്യയും ആ സ്ഥാനവും കൂടി ഇട്ടം ഗുണിക്കണം. 5 ഏതിൻ്റെ സ്ഥാനത്ത്? 1000ൻ്റെ സ്ഥാനത്ത്. അപ്പോൾ 5 × 1000 5000 വരും. സ്ഥാനമാണ് ചോദിച്ചെങ്കിൽ 1000 എന്ന് പറഞ്ഞാൽ മതി. ഇവിടെ സ്ഥാനവില എന്ന് പറഞ്ഞാൽ ആ സംഖ്യയും ആ സ്ഥാനവും കൂടെ ഗുണിക്കണം. 5000 വരും. 25074 5ൻ്റെ സ്ഥാനവിലയാണ് ചോദിച്ചേക്കുന്നത്. അതായത് 4 7 10 0 100 5 5000ൻ്റെ സ്ഥാനത്താണ്. അപ്പോൾ സ്ഥാനവും ആ സംഖ്യയും കൂടെ ഗുണിച്ചാൽ നമുക്ക് സ്ഥാനവില കിട്ടും. 114.5 ദശാംശ സംഖ്യയാണ്. 5ൻ്റെ സ്ഥാനം എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അതായത് 114.5 പോയിന്റ് കഴിഞ്ഞ് ആദ്യത്തെ സംഖ്യയാണ് 5. അതായത് 5ൻ്റെ സ്ഥാനവില വെച്ച് പോയിന്റ് കഴിഞ്ഞ് ആദ്യത്തെ ആണെങ്കിൽ 1/10. അപ്പം 114.5 2 എന്ന് പറഞ്ഞിട്ട് 2ൻ്റെ സ്ഥാനവില വെച്ചെങ്കിൽ പോയിന്റ് കഴിഞ്ഞ് രണ്ടാമത്തെ സ്ഥാനമാണ് 1/100. പോയിന്റ് കഴിഞ്ഞ് മൂന്നാമത്തെ ഇതിൻ്റെ സ്ഥാനമാണ് ചോദിച്ചെങ്കിൽ 1/1000. അങ്ങനെ അങ്ങോട്ട് പോകും. അതേസമയം ഹോൾ നമ്പറാണ് 1/10 പോയിന്റിന് മുമ്പുള്ള സംഖ്യയാണ്. പോയിന്റ് കഴിഞ്ഞ് ആദ്യത്തെ സംഖ്യ ആണെങ്കിൽ 1/10. കഴിഞ്ഞ് രണ്ടാമത്തെ സംഖ്യ രണ്ടാമത്തെ അക്ക ചോദിച്ചെങ്കിൽ 1/100. മൂന്നാമത്തെ അക്കത്തിൻ്റെ സ്ഥാനം ചോദിച്ചെങ്കിൽ 1/1000. അങ്ങനെ അങ്ങോട്ട് പോകും. 1/10 ഓപ്ഷൻ സി ആണ് ഉത്തരം. 7535 എന്ന സംഖ്യയിൽ 5ൻ്റെ സ്ഥാനവിലകൾ തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ 2 തവണ 5 വന്നിട്ടുണ്ട്. അതായത് 5 ഒറ്റയുടെ സ്ഥാനത്തും വന്നു, 5 100ൻ്റെ സ്ഥാനത്തും വന്നു. അപ്പോൾ സ്ഥാനവില എന്ത് വരും? 5 ഒറ്റയുടെ സ്ഥാനത്ത് വന്ന സംഖ്യ 5 × 1 5. 5 100ൻ്റെ സ്ഥാനത്ത് വന്ന സ്ഥാനവില എന്ന് പറയുമ്പോൾ 5 × 100 500. ഇവ തമ്മിലുള്ള വ്യത്യാസം ചോദിക്കുന്നത്. 500-ൽ നിന്ന് 5 പോകെ 495 വരും. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 7535 എന്ന സംഖ്യയിൽ 5ൻ്റെ സ്ഥാനവിലകൾ തമ്മിലുള്ള വ്യത്യാസം. സ്ഥാനവില എന്ന് പറഞ്ഞാൽ 5 ഏതൊക്കെ സ്ഥാനത്താണ്? 2 വന്നിട്ടുണ്ട്. 5 ഒറ്റയുടെ സ്ഥാനത്ത് വന്ന് 5 × 1 5. 5 100ൻ്റെ സ്ഥാനത്ത് വന്ന് 5 ഒറ്റ 3 10 5 100. 5 100ൻ്റെ സ്ഥാനത്ത് വന്നു. അപ്പോൾ 5 × 100 500. സംഖ്യ സ്ഥാനം കൂടെ ഗുണിച്ചാൽ സ്ഥാനവില കിട്ടും. അപ്പോൾ 500-ഉം 5-ഉം തമ്മിലുള്ള വ്യത്യാസം 495. 500-ൽ നിന്ന് 5 കുറച്ചാൽ മതി. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 500-ൽ നിന്ന് 5 കുറയ്ക്കുക 495. അവ തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ സംഖ്യകളുടെ സ്ഥാനവിലകൾ ഏതൊക്കെയാണ്? 5 ഒറ്റയുടെ സ്ഥാനത്തും വന്നു, 5 100ൻ്റെ സ്ഥാനത്തും വന്നു. 5 ഒറ്റയുടെ സ്ഥാനത്ത് വന്ന സ്ഥാനവില 5 × 1. 5 100ൻ്റെ സ്ഥാനത്ത് വന്ന സ്ഥാനവില 5 × 100. അതായത് 500-ഉം 5-ഉം തമ്മിലുള്ള വ്യത്യാസം 495. ഇവിടെ 4ഉം 5/6 വിഷമഭിന്നത്തിലാക്കുക. ഇതൊരു മിശ്ര ഭിന്നമാണ്. അപ്പോൾ 4ഉം 5/6 നമുക്ക് ആക്കാമല്ലോ. 4 5/6 എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 4 × 6 പ്ലസ് മുകളിലുള്ളത് 5/6. അതായത് 24 + 5/6 29/6 വരും. ഈ 4ഉം 6 ഗുണിക്കുക 5 കൂട്ടുക /6. അതായത് ഇത് ക്രോസ് മൾട്ടിപ്ലൈ 4 × 6 + 5/6. ഇത് മിശ്ര ഭിന്നമാണ്. വിഷം ഭിന്നത്തിലാക്കുക. അംശം കൂടുതലും ഛേദം കുറവ് 29/6 വരും. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 4ഉം 5/6 വിഷമ ഭിന്നത്തിലാക്കുക. 4 ഇത് രണ്ടും കൂടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 4 × 6 + 5/6. 4 × 6 24 + 5/6 29/6. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇനി 2/3 തുല്യമായ ഭിന്നമേത്? 2 തുല്യമായ ഭിന്നം എന്ന് പറഞ്ഞാൽ താഴെ മുകളിൽ ഒരേ സംഖ്യ ഇട്ട് ഗുണിച്ചിട്ട് വരുന്നത് വേണം. അപ്പോൾ ഈ 2 ആദ്യത്തെ ഭിന്നം ഏതാ? 14/21. 14/21 എന്ന് പറഞ്ഞാൽ 2നെ എത്ര കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 14 വരിക? 2 × 7. അതേ സംഖ്യ തന്നെ താഴെ ഇട്ടു. 2/3 അല്ലേ ഇവിടെ? ഇവിടെ ആദ്യത്തെ ഓപ്ഷൻ എടുത്ത് നോക്കാം. 14/21. അതായത് 2/3 2 താഴെ മുകളിൽ ഒരേ സംഖ്യ ഇട്ട് ഗുണിച്ചാൽ അതുപോലെ വരണം. എന്നാലേ തുല്യമായ ഭിന്നം വരും. ഇവിടെ 2നെ എത്ര കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 14 കിട്ടുന്നത്? 7 കൊണ്ട്. അപ്പോൾ താഴെ മുകളിലും 7 ഇട്ട് ഗുണിക്കുമ്പോൾ അത് വരുമെങ്കിൽ ശരിയാണ്. 2/3 2ൻ്റെ കൂടെ 7 ഗുണിച്ചു, 3ൻ്റെ കൂടെ 7 ഗുണിച്ചു. 14/21. കൂടുതലൊന്നും ചിന്തിക്കാനില്ല. ഓപ്ഷൻ എ ആണ് ഉത്തരം. മറ്റൊന്നും ഉത്തരം അല്ല. 2ൻ്റെ കൂടെ 6 ഗുണിക്കുമ്പോഴാണ് 12 വരുന്നത്. 3ൻ്റെ കൂടെ 6 ഗുണിച്ചത് തന്നെ ഇവിടെ.
2ൻ്റെ കൂടെ 6 ഗുണിച്ചാൽ 3ൻ്റെ കൂടെ 6 തന്നെ ഗുണിക്കണം. ഒരേ സംഖ്യ താഴെ മുകളിലും ഗുണിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരത്തെയാണ് തുല്യമായ ഭിന്നം എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ ഇക്വലന്റ് ഫ്രാക്ഷൻ എന്ന് പറയും. 14/21 അങ്ങനെയല്ല, 2ൻ്റെ കൂടെ 7 ഗുണിച്ചു 3ൻ്റെ കൂടെ 7 ഗുണിച്ചപ്പോൾ അത് തന്നെ കിട്ടി. അതുകൊണ്ട് ഓപ്ഷൻ എ ആണ് ഉത്തരം. 3 2/3ൻ്റെ വ്യുൽക്രമം. 2/3ൻ്റെ വ്യുൽക്രമം 2/3 മാറ്റണം നമുക്ക്. 2 ഇത് 2 കൂടെ ഗുണിക്കുക. 2 × 3 + 2/3, അതായത് 2 × 3 6 + 2/3 8/3 വരും ഇതിൻ്റെ വില. അതിൻ്റെ വ്യുൽക്രമം എന്ന് പറയുന്നത് നേരെ അങ്ങ് തിരിച്ചിട്ടാൽ മതി. 3/8 ഓപ്ഷൻ സി ആണ് ഉത്തരം. 2/3 വിഷമഭിന്നത്തിലാക്കുമ്പോൾ നമുക്ക് 8/3 കിട്ടും. അത് നേരെ തിരിച്ചിടുന്നതാണ് അതിൻ്റെ വ്യുൽക്രമം. 8/3ൻ്റെ വ്യുൽക്രമം 3/8 ഓപ്ഷൻ സി ആണ് ഉത്തരം. സ്ഥാനം, സ്ഥാനവില, മുഖവില. സ്ഥാനം, സ്ഥാനവില, മുഖവില. 4578 5ൻ്റെ സ്ഥാനം 1, 10, 100. 100ആണ് 5ൻ്റെ സ്ഥാനം. 5ൻ്റെ സ്ഥാനവിലയാണെങ്കിൽ ആ സംഖ്യ സ്ഥാനവും കൂടെ ഗുണിക്കണം. 5 × 100 500. മുഖവിലയാണ് ചോദിച്ചെങ്കിൽ ഇതിൻ്റെ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കും. സെയിം സംഖ്യ തന്നെ വരും. 1,16,238 6ൻ്റെ സ്ഥാനം 1, 10, 100, 1000. 1000 ആണ് ഇവിടെ 6ൻ്റെ സ്ഥാനത്തുള്ളത്. അപ്പോൾ 6ൻ്റെ സ്ഥാനം 1000. 1,16,238 6ൻ്റെ സ്ഥാനവില ചോദിച്ചാൽ ആ സംഖ്യയും സ്ഥാനവും കൂടെ ഗുണിക്കണം. 6000 കൂടെ ഗുണിക്കുക 6000. അപ്പം മുഖവിലയാണ് ചോദിച്ചെങ്കിൽ ആ സെയിം സംഖ്യ തന്നെ വരും എപ്പോഴും. 6ൻ്റെ മുഖവില 6 തന്നെ, 8ൻ്റെ മുഖവില 8 തന്നെ. 15.23 2ൻ്റെ സ്ഥാനം ദശാംശ സംഖ്യ ആണെങ്കിൽ ദശാംശം കഴിഞ്ഞ് ആദ്യത്തെ സംഖ്യ ചോദിച്ചെങ്കിൽ സ്ഥാനം 1/10. രണ്ടാമത്തെ സംഖ്യ ഇവിടെ 3ൻ്റെയാണ് ചോദിച്ചെങ്കിൽ 1/100. ദശാംശം കഴിഞ്ഞ് ഒന്നാമത്തെ സ്ഥാനത്തുള്ളതാണെങ്കിൽ 10 1/10 ആണ് അതിൻ്റെ സ്ഥാനം. 15.23 2ൻ്റെ സ്ഥാനവിലയാണ് ചോദിച്ചെങ്കിൽ 2 × സംഖ്യ × 1/10 0.2 വരും. കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. ഇത് നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കുക. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അടങ്ങിയ ധാരാളം ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും ശ്രീമാസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. Thank you.